ഞങ്ങൾ നൽകുന്നു. കേരളത്തിൽ എവിടെയും ഞങ്ങൾ സർവീസ് നൽകുന്നു. കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങൾ ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നു. ഹലോ ഡ്രൈവേഴ്സ്, കോഴിക്കോട് എരഞ്ഞിപ്പാലം. രാജ്യത്ത് നല്ല രീതിയിലുള്ള സംഭവവികാസങ്ങളും ഉയർന്നു വരുന്നുവെന്ന് നാം കാണേണ്ടതാണ്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP 3/2 ഭൂരിപക്ഷം നേടും, ഭരണഘടന പൊളിച്ചെഴുതും, മതനിരപേക്ഷതയ്ക്ക് ഇതേ രീതിയിൽ തുടരാൻ പറ്റില്ല, RSS ആഗ്രഹിക്കുന്ന എല്ലാ മാറ്റങ്ങളും രാജ്യത്ത് കൊണ്ടുവരും. ഇതായിരുന്നു പരസ്യമായി തന്നെ സ്വീകരിച്ചൊരു നിലപാട്. നമുക്കറിയാം, വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. രാജ്യത്ത് BJPക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങളുണ്ടായി. സംസ്ഥാനങ്ങൾ തോറുമുള്ള പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള യോജിപ്പാണ് ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3/2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ച BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. കേവല ഭൂരിപക്ഷത്തിന് പിന്നെയും 1-2 പാർട്ടികളുടെ പിന്തുണ തേടേണ്ടതായി വന്നു. തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള ശേഷി അതോടെ BJPക്കില്ലാതായി. പക്ഷേ അവരുടെ ദുർവാശി വിടുന്നില്ല. അതിനുശേഷവും തങ്ങളുടെ അജണ്ട നടപ്പാക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉയർന്നു വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളും ഗൗരവമായി ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. BJP എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യത്തിനെതിരായി നീങ്ങുമ്പോൾ ആ BJPയെ പരാജയപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി എടുക്കാൻ മതനിരപേക്ഷ ശക്തികൾക്കെല്ലാം സാധിക്കണമല്ലോ. പൊതുവേ അതുണ്ടായി. പക്ഷേ കോൺഗ്രസ് അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ് നാം കണ്ടത്. ആ മാറ്റം ആർക്കാ ഗുണം ചെയ്ത്? BJPക്ക് ഗുണം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസ് സങ്കുചിതമായി കാര്യങ്ങൾ കണ്ടതിൻ്റെ ഭാഗമായി ഹരിയാനയിൽ BJP ജയിച്ചുപോയി. ആരും പ്രതീക്ഷിച്ചല്ലത്. മഹാരാഷ്ട്രയിൽ നല്ല തോതിൽ BJP പരാജയപ്പെടേണ്ടതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംസ്ഥാനത്തെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാത്ത സമീപനം കോൺഗ്രസ് സ്വീകരിച്ചതിൻ്റെ ഫലമായി അവിടെയും BJP കയറി വന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹിയുടെ പ്രത്യേകത വിശാലമായ ഹിന്ദി ഭൂപ്രദേശം. ആ ഹിന്ദി ഭൂപ്രദേശത്ത് ഡൽഹി BJPക്ക് കടക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ദശാബ്ദങ്ങളായി BJPക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ BJP ഇതര ഗവൺമെൻറ്റുകൾക്ക് നേരെ കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്താകെ സ്വീകരിക്കുന്ന സമീപനം ഡൽഹിയിലും സ്വീകരിച്ചു. അത്തരം നീക്കങ്ങൾ നടത്തുന്നതിന് കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിച്ചു. അതായത്
കോൺഗ്രസ്സാണ് പരാതിക്കാരായിട്ട് വന്നത്. ആ ഗവൺമെൻറ്റിനെതിരെ അഴിമതി ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ആ അഴിമതി ആരോപണത്തിൻ്റെ മേലെ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നു. അതിൻ്റെ ഭാഗമായി ഡൽഹി ഉപമുഖ്യമന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. അത് വന്നപ്പോൾ കോൺഗ്രസ് പരസ്യമായി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളാണല്ലോ മുഖ്യ പ്രതി. അവിടെ എല്ലാ ഘട്ടത്തിലും BJPയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടുത്തെ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ, അതിനെതിരെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നു. സുപ്രീം കോടതിയുടെ ഇടപെടൽ മറികടക്കുന്നതിനായി ഒരു ഓർഡിനൻസുമായി കേന്ദ്ര ഗവൺമെൻറ് രംഗത്ത് വന്നു. രാജ്യമാകെ അതിനെതിരെ അണിനിരന്നു. പക്ഷേ കോൺഗ്രസ് BJPയോടൊപ്പം ഡൽഹിയിലെ ഗവൺമെൻറ് കൂടെ നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. രാജ്യമാകെ ഒന്നിച്ചായപ്പോൾ അവസാനം പേരിനൊരു ശബ്ദം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാനം എങ്ങനെയെങ്കിലും പിടിക്കണം. കോൺഗ്രസ്സിനവിടെ യാതൊരു സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? ശക്തമായ എതിർപ്പ് BJPയോടല്ല കേട്ടോ, ആം ആദ്മി പാർട്ടിയോട്. കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ശക്തമായ പ്രചരണം. ആ പ്രചരണത്തിൻ്റെ മുൻപന്തിയിൽ രാഹുൽ ഗാന്ധി. കോൺഗ്രസിൻ്റെ ശക്തമായ പ്രചരണം. അവിടെ 70 സീറ്റ്, 65ലും കെട്ടിവെച്ച കാശ് കോൺഗ്രസിനില്ല. ആകെ കിട്ടിയത് വലിയ 0. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 0. പക്ഷേ ഒരു നിരാശയും കോൺഗ്രസിനില്ല. വലിയ ആഹ്ലാദ പ്രകടനം. എന്തിൽ? ആം ആദ്മിയെ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ BJP ജയിച്ചു കയറിയതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.